ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കാനാ മുതൽ കാൽവറി വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ അത്ഭുത പ്രവൃത്തികളിലൂടെ യാത്ര ചെയ്യുവാനും ആ യാത്രയിലൂടെ നാം മറന്നുപോയ ചില പാഥേയങ്ങളെ നേടിയെടുക്കുവാനുമുള്ള ഒരവസരമായി അത്ഭുതങ്ങളെപ്പറ്റിയുള്ള ഈ പഠനവും ധ്യാനവും ഇടയായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. അത്ഭുതമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. നമ്മുടെ മനസ്സിൽ ഒരു അതിശയഭാവം രൂപം കൊള്ളുന്നുണ്ട്. അത്ഭുതത്തിലൂടെ, അതിശയങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവം ജീവിച്ചിരിക്കുന്നുവെന്ന് നാം ലോകത്തോട് പറയുകയാണ്. ഓരോ അത്ഭുതങ്ങളും നമ്മളുടെ ജീവിത വഴിത്താരകളിൽ ചില തീരുമാനങ്ങളും ദർശനങ്ങളും ആലോചനകളും രൂപപ്പെടുത്തുവാനുള്ള മാർഗങ്ങളായി നാം അവയെ വിനിയോഗിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായി ഒരു ദൈവികമായ മനോഭാവത്തോടെ വീക്ഷിക്കുവാൻ അത്ഭുതങ്ങൾ നമ്മളെ സഹായിക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ ദിവസം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഒരു അത്ഭുത സംഭവത്തെപ്പറ്റി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ അവസരം ദൈവത്തിൽ ഞാൻ വിനിയോഗിക്കുന്നത്. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയ സംഭവമാണ് ലൂക്കോസ് 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേന്നാൾ അവൻ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടവും അവനോടുകൂടെ പോയി. അവർ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ ജനക്കൂട്ടവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചത്തിൽ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യുവാവേ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയമുണ്ടായി. ഒരു വലിയ പ്രവാചകൻ തങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വേദഭാഗത്തിൽ യേശുദമ്പുരാൻ നയീൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ തന്നെ ഒരു ബാല്യക്കാരനെ അടക്കുവാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വലിയ വിലാപയാത്രയാണ് കണ്ടത്. യഹൂദ പട്ടണങ്ങളുടെയൊക്കെ പ്രത്യേകത കോട്ട കെട്ടി സംരക്ഷിക്കുന്ന പട്ടണങ്ങളാണ്. പ്രത്യേകിച്ച് ഇനിയും അവന് ഉയർച്ചയില്ല, അവൻ മരിച്ചു. ഈ മകനെക്കുറിച്ച് പറയുന്നത് ആ നയീനിലുള്ള ഒരു വിധവയുടെ മകനാണ്, ഏകജാതനാണ്, ഒറ്റ മകനാണ്. അങ്ങനെയുള്ള ആ ഏകജാതനായ മകനെ ചുമന്നുകൊണ്ട് പോകുന്ന ശവഘോഷയാത്ര കർത്താവിനെ കടന്നു പോകുകയാണ്. അവിടെ ഒരമ്മയുടെ വലിയ തേങ്ങലും വിലാപവും നമുക്ക് കേൾക്കാം. അവളെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ആശ്വാസ സ്വരങ്ങളും നമുക്ക് കേൾക്കാം. കല്ലറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുദമ്പുരാൻ അടുത്ത് ചെന്ന് ആ മഞ്ചത്തിൽ തൊട്ടുകൊണ്ട് ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറയുന്നു. അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് ചില പ്രതീകാത്മക സംഭവങ്ങളും ഇതിൻ്റെ അകത്തിലുണ്ട്. ഒരു ശവമഞ്ചം, അതിൻ്റെ പിന്നാലെ ദുഃഖാർത്ഥരായ അനേകം ആളുകൾ, അവരുടെ നിലവിളികൾ, അങ്ങനെ കണ്ണുനീർ പൂരിതമായ, സങ്കടപൂരിതമായ ഒരു ചുറ്റുവട്ടം. അവിടെ കരയുന്ന, നിലവിളിക്കുന്ന അമ്മ എന്തൊക്കെ നിലവിളിച്ചു എന്ന് നമ്മളുടെ മനതാരിലൂടെ നമ്മളൊന്ന് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകജാതനായ മകൻ, അവൻ അമ്മയ്ക്ക് ആശ്വാസമേകേണ്ടവനാണ്. അവൾക്ക് പ്രത്യേകിച്ച്
ഭർത്താവുമില്ല, ആശ്രയിക്കാൻ പറ്റുന്ന മറ്റ് ബന്ധുമിത്രാദികളുമില്ല. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു വിധവയുടെ ജീവിതം വളരെ ദയനീയമാണ്. ഒറ്റയ്ക്ക് പാർക്കാൻ വിധിക്കപ്പെട്ടവളാണ്. നിന്ദകളും ദുഷികളും വേദനകളുമൊക്കെ അവൾക്ക് സഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു മകനുണ്ടായിരുന്നുവെങ്കിൽ അവനൊരു വീണ്ടെടുപ്പുകാരനും കൂടിയായിരുന്നു. വെറും ഒരു വീണ്ടെടുപ്പ് മാത്രമല്ല അതിലൂടെ ലഭ്യമാകുന്നത്, മകനിലൂടെ തുടർന്ന് ആ ഒരു ജീവിത പശ്ചാത്തലം കൂടി മുളപൊട്ടി വരേണ്ടതാണ്. അവൾ വിധവയാണെങ്കിലും മകൻ തുടർന്ന് വിവാഹം കഴിച്ച് അവന് മക്കളുണ്ടായി, തലമുറകളുണ്ടായി, അങ്ങനെ രക്ഷ പ്രാപിക്കേണ്ട ഒരു അനുഭവമാണ്. ഒരു വിധവ രണ്ടാം വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി യഹൂദ പശ്ചാത്തലത്തിൽ എപ്പോഴും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു വിധവയ്ക്ക് ആരെങ്കിലും വീണ്ടെടുപ്പുകാരുണ്ടെങ്കിൽ അവളെ വീണ്ടെടുക്കാമെന്ന് യഹൂദ പശ്ചാത്തലം പഠിപ്പിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് നവോമിയുടെ മരുമകൾ രൂത്തിനെ വീണ്ടെടുപ്പുകാരനായി ബോവസ് കടന്നു വരുന്നു എന്ന് നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ പറ്റി പറയുന്നു പോലുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിധിക്കപ്പെട്ട വിധവയുടെ എല്ലാമായ മകൻ, അവൾ ജീവിച്ചത് ആ മകന് വേണ്ടി മാത്രമായിരുന്നു. അവളുടെ പ്രാർത്ഥന അവന് വേണ്ടി മാത്രമായിരുന്നു. അവളുടെ സ്വപ്നം അവനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ഇപ്പോൾ അവളുടെ പ്രാർത്ഥനയും അവളുടെ സ്വപ്നവും അവളുടെ ഉൾക്കാഴ്ചയും ഒക്കെ നഷ്ടപ്പെട്ടു. അവൾക്കൊന്നു മാത്രമേ മുൻപിൽ കാണുവാനുള്ളൂ, അതിഭയങ്കരമായ കണ്ണുനീർത്തുള്ളികൾ. അത് അവൾ ഉയർത്തുകയാണ്. ഒരു വിധവയെ ആശ്രയമില്ലാത്ത ഒരു സ്ത്രീയുടെ കരച്ചിൽ വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് കണ്ണുനീര് തൂകിക്കഴിയുമ്പോൾ സ്ത്രീജനങ്ങൾക്ക് അത് പിടിച്ചാൽ കിട്ടുകയില്ല. പലപ്പോഴും ശബ്ദം ഉയരും. നമ്മൾ കണ്ടിട്ടില്ലേ, പല മരണ വീടുകളിലും പുരുഷന്മാരെക്കാൾ കൂടുതലായി ശബ്ദമുയർത്തുന്നത്, പൊട്ടിക്കരയുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് കരച്ചിലില്ലാഞ്ഞിട്ടല്ല, കരയാൻ അറിയാഞ്ഞിട്ടുമല്ല, പക്ഷേ അവരല്പം കൂടി ഒതുക്കി വയ്ക്കും. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് സ്ത്രീകളെക്കാൾ കൂടുതലായി ഹൃദ്രോഗവും മറ്റും വരുന്നത് പുരുഷന്മാർക്കാണ്. കാരണം അവർ പലപ്പോഴും ഇതൊക്കെ ഒതുക്കി വയ്ക്കുന്നവരാണ്. എന്തുവാണെങ്കിലും അത്തരത്തിലുള്ള ഒതുക്കി വയ്ക്കുവാൻ അറിയാത്ത ഒരു സാധുവായ അമ്മ, അവൾ അത്യുച്ചത്തിൽ നിലവിളിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഈ വിധവയ്ക്ക് സമാനരായി നമ്മൾ പലപ്പോഴും പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? പൊട്ടിക്കരയുന്നില്ലേ? കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നില്ലേ? കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീനെന്ന് യെരൂശലേമിലെ ഗലീല സ്ത്രീകളോട് നമ്മുടെ കർത്താവ് പറഞ്ഞെങ്കിൽ അങ്ങനെ കരയുന്ന അമ്മമാരൊത്തിരിയില്ലേ? കാരണം അവരുടെ യാത്ര പട്ടടയിലേക്കാണ്, സെമിത്തേരിയിലേക്കാണ് അവർ പോകുന്നത്. ഒരു കല്യാണ മണ്ഡപത്തിലേക്കല്ല പോകുന്നത്. കല്യാണ മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആർപ്പ് വിളികൾ ഉയരും. എന്നാൽ കല്ലറയിലേക്ക് പോകുമ്പോൾ ആർപ്പ് വിളികളല്ല. ചില പ്രത്യേക ജാതികളുടെയും സംസ്കാരങ്ങളുടെയും ഇടയിൽ, പ്രത്യേകിച്ച് തമിഴ്നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ അവർ ശവമടക്കാൻ പോകുന്നത് പോലും ആർത്തലച്ച് ഉല്ലസിച്ചാണ് പോകുന്നത്. മരിച്ചവരെ സന്തോഷത്തോടെ യാത്രയാക്കണം എന്ന സങ്കല്പമാണ് അവർ അവിടെ ഉയർത്തി കാണിക്കുന്നത്. എന്തുവാണെങ്കിലും യഹൂദ രീതിയിൽ അങ്ങനെയല്ല. അവർ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം അവർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പല യഹൂദന്മാർ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. സ്വർഗവും നരകവുമുണ്ട്, ദൂതന്മാരുണ്ടെന്ന് പരീശന്മാര്, ശാസ്ത്രിമാര് വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ മകൻ നഷ്ടപ്പെടുമ്പോൾ കരയാതിരിക്കാൻ ആർക്കാണ് പറ്റുന്നത്? കൂടെ കരയാനും പലരും കാണും. ആ വിധവയ്ക്കറിയാം തന്നോടൊപ്പം കരയുന്നവരുടെയൊക്കെ കണ്ണുനീര് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് കരയുന്നവരൊക്കെ നാളെ തന്നെ ഒറ്റപ്പെടുത്തുമെന്ന് അവൾക്കറിയാം. ഈ വിധവ നമുക്കൊക്കെ ഒരു നിദർശനമായിരിക്കട്ടെ, ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. എല്ലാം മറന്ന് കല്ലറയിലേക്ക് പോയ സ്ത്രീയെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കുകയാണ്. മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും നമ്മുടെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഭയഭക്തിയോടും നൊമ്പരത്തോടും കണ്ണുനീരോടും കൂടി പോയി. എന്നാൽ ഒഴിഞ്ഞ കല്ലറ കണ്ട് സന്തോഷിച്ചുവെങ്കിൽ
ഉദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട് റബ്ബൂനി എന്ന് വിളിച്ച് അവൻ്റെ പാദപീഠത്തിങ്കിൽ നമസ്കരിക്കുവാൻ തൊടുവാൻ ഓടിച്ചെന്നെങ്കിൽ അവരനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഇന്ന് കല്ലറയിലേക്കാണെന്നും പറഞ്ഞ് പോകുന്ന നമ്മുടെ ചില യാത്രകളൊക്കെ, അത് ദുഃഖകരമാണെന്ന് വിചാരിക്കുന്ന യാത്രകളൊക്കെ നമ്മൾ അറിയാത്ത സന്തോഷം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ സന്തോഷ സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്രകളൊക്കെ പലപ്പോഴും ദുഃഖവും നമുക്ക് തരുന്നുണ്ട്. ഇത് രണ്ടും വൈരുദ്ധ്യമുള്ളതാണ്. ദുഃഖത്തിലേക്ക് ദുഃഖമാണെന്ന് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ സന്തോഷവും, സന്തോഷമാണെന്ന് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ ദുഃഖവും വരുന്നൊരു അനുഭവമാണ് നമുക്കുള്ളത്. ഇതൊക്കെ അപ്രതീക്ഷിതമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പോലും നമ്മൾ അറിയാത്ത ചില പ്രതീക്ഷകൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ തരുന്നുണ്ട്. അവന് വേണ്ടി ഒരു കല്ലറ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകന് വേണ്ടി ഒരു കല്ലറ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ കല്ലറ പിന്നീട് ആരെടുത്തു, ആര് അതിനവകാശിയായെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു മൃതശരീരം അടക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്ന കല്ലറയത അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കും അങ്ങനെയുണ്ടെങ്കിൽ ഇതിൽ ചില പ്രതീക്ഷകളൊക്കെ ദൈവം തരുന്നുണ്ട്. നമ്മളെ കുഴിച്ചിടുവാനും അടച്ചിടുവാനും നമ്മൾ തന്നെ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇനിയും എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എൻ്റേതായ പദ്ധതികൾ തീർന്നു, ഞാനൊന്നും കൂടുതൽ പ്രവർത്തിക്കാനില്ല, ഈ രീതിയിലൊക്കെ നമ്മൾ ചില ഘട്ടത്തിൽ പ്രതീക്ഷിക്കാറുണ്ട്. നമ്മൾ നമ്മളുടേതായ തന്നെ ശവക്കുഴി വെട്ടിയിടാറുമുണ്ട്. നമ്മളുടെ പരാജയം അത് വന്നു കഴിഞ്ഞു, ഞാനിനിയും ഇത്ര മാത്രമേ ചെയ്യത്തുള്ളൂ, ഞാനൊരു നല്ല കാര്യം ചെയ്യത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഇനി ദൈവത്തെ വിളിക്കത്തില്ല, എനിക്ക് ദൈവം വേണ്ട, വിളിച്ചത് മതി. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ തന്നെ കല്ലറകൾ നമ്മൾ വെട്ടിയിടാറുണ്ട്. എന്നാൽ ഒരു പ്രത്യേകമായ അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ ദൈവം അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിക്കണം. കല്ലറയിലേക്ക് മഞ്ചത്തിൽ ഉന്തിക്കൊണ്ടുപോയിരുന്ന ആ ബാല്യക്കാരനെ നമ്മുടെ കർത്താവ് ഉയർപ്പ് കൊടുത്തതോടുകൂടി അവന് മാത്രമല്ല ഉയർപ്പ് കിട്ടിയത്, അവൻ്റെ അമ്മയ്ക്ക് ഉയർപ്പ് കിട്ടുന്നു, അവൻ്റെ ബന്ധുമിത്രാദികൾക്ക് ഉയർപ്പ് കിട്ടുന്നു, ആ സമൂഹത്തിന് ഉയർപ്പ് കിട്ടുന്നു. അതിലൂടെ കർത്താവിൻ്റെ ഉദ്ധിതമായ സന്ദേശം അവിടെ പകരുകയാണ്. ഒരുപക്ഷെ അവൻ മരിക്കുവാൻ ഇടയായതും ദൈവമഹത്വം വെളിപ്പെടുവാനാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം ആ വിധവയായ സ്ത്രീ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾക്കും ജീവിതത്തിൽ അതൊരു വഴികാട്ടിയും ഉൾക്കാഴ്ചയുമായി തീരട്ടെ എന്ന് ഈ ചിന്തയിലൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ശവമഞ്ചത്തിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കർത്താവ് മരിച്ച ബാല്യക്കാരനോട് പറയുന്നത്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മരിച്ചു കിടന്ന ഒരുവനോട് അവൻ്റെ ശവമഞ്ചത്തിൻ്റെ അടുത്ത് ചെന്ന് യേശു തമ്പുരാൻ മന്ത്രിക്കുകയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്കുക. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഓർമ്മ പോയി, കേൾവി പോയി, കാഴ്ച പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ആര് വിളിച്ചാലും കേൾക്കത്തില്ല. എന്നാൽ ഇവിടുത്തെ വൈരുദ്ധ്യത, ജീവൻ കൊടുത്തവൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ കേട്ടു, അവന് ജന്മം കൊടുത്തവൻ അവനോട് മന്ത്രിച്ചപ്പോൾ അവൻ കേട്ടു. യേശുവിൻ്റെ മന്ത്രണം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. യേശു തമ്പുരാൻ പറയുന്നത്, എഴുന്നേൽക്ക, ബാല്യക്കാരാ, ബാല്യക്കാരി, യുവാവേ, യുവതി, ബാലക, ബാലികേ, നീ എഴുന്നേൽക്കുക. നിനക്ക് മരിക്കേണ്ട സമയമായിട്ടില്ല, നീ അടക്കപ്പെടേണ്ട സമയമായിട്ടില്ല. അതേ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറില്ലയോ, നമ്മളുടെ സമയം കഴിഞ്ഞു. പക്ഷേ നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. നിന്റെ കാലം കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്നത് നിന്റെ ചുറ്റുവട്ടങ്ങളല്ല. സഹോദര, നമ്മളെ എഴുതിത്തള്ളാൻ ഒരുവനും പറ്റത്തില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, ഓ എനിക്കിനി ഓർമ്മയില്ല, ഭയങ്കര മറവിയാണ്, ഞാനിനി അത് ചെയ്താൽ ശരിയാകത്തില്ല. ചില മനുഷ്യരുണ്ട്, അവരെന്ത് ചെയ്താലും വിജയിക്കുന്നവരാ. പക്ഷേ ചില പ്രത്യേക വഴിത്താരുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ സ്വയമായിട്ട് അവർ തന്നെ ചിന്തിക്കുകയാണ്, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ റിട്ടയറായി, അല്പസമയം വിശ്രമിക്കണം, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ദൈവം നോക്കുമ്പോൾ മാനസികമായി റിട്ടയർ ചെയ്യാൻ പറ്റാത്തവൻ, അതിന് സമയമായിട്ടില്ലാത്തവൻ എങ്ങനെ റിട്ടയർ ചെയ്യാൻ പറ്റും? എന്നാൽ നമുക്ക് തോന്നും നമ്മൾ
ആരോഗ്യവാന്മാരും മിടുക്കരുമാണ്. പക്ഷേ ദൈവം നമ്മളോട് ചിലപ്പോൾ പറയും, നീ അങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് വിശ്രമിക്കേണ്ട സമയമായി. ദൈവം വിശ്രമിക്കാൻ പറയുമ്പോൾ വിശ്രമിക്കുകയും ദൈവം സജീവയുമാകാൻ പറയുമ്പോൾ സജീവരുമാകുന്ന ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഈ യുവാവ്, ബാല്യക്കാരൻ ഭൗതികമായി മരിച്ചുവെന്ന് തോന്നിയെങ്കിലും അവൻ്റെ കാലം വന്നിട്ടില്ലായിരുന്നു. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ മനുഷ്യാവതാര കാലത്ത് 3 പേരെ മാത്രമേ ഉയർപ്പിച്ചിട്ടുള്ളൂ, മറ്റാരെയും ഉയർപ്പിച്ചിട്ടില്ല. ഒരുപാട് മരണങ്ങൾ കർത്താവിൻ്റെ കുടുംബത്തിലും അവൻ്റെ ഗോത്രത്തിലും സമൂഹത്തിലുമൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നമ്മൾ ഓർത്തോണം, ഇതിനേക്കാൾ വളരെ ഭീതിതമായ സാഹചര്യത്തിൽ ദീനത തോന്നത്തക്ക രീതിയിൽ പലരും വേർപെട്ടു പോയി കാണാം. പക്ഷേ അവരെയൊന്നും ഉയർപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് തയ്യാറായിട്ടില്ല. കർത്താവ് തയ്യാറായത് 3 പേരെ മാത്രം. അതിലൊന്നാണ് ഈ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ. പ്രിയമുള്ളവരെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയം തികഞ്ഞ് മരണപ്പെട്ടവരെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ പദ്ധതി അല്ലായിരുന്നു. എന്നാൽ അല്പം കൂടി സമയം അനുവദിച്ച് കിട്ടേണ്ടവരുണ്ട്. ഹിസ്കിയാ രാജാവിനും മരണതുല്യമായ അസുഖം പിടിപെട്ടു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവം അവന് 15 സംവത്സരം കൂടെ നീട്ടിക്കൊടുത്തു. അതായത് ദൈവം അവന് കൊടുത്തിരുന്ന സമയത്തോട് ചേർന്ന് 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. നിനുവാക്കാരെ നശിപ്പിക്കാൻ ദൈവം ഒരു സമയം, നാഴിക വിനാഴിക എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ. പക്ഷേ അവർക്ക് ദൈവം സമയം നീട്ടിക്കൊടുത്തു. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ സമയമാകാതെ ഒന്നും ആകത്തില്ല പ്രിയമുള്ളവരെ. അതിനു മുൻപും ഒന്നും നേടാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ഈ കടന്നു പോകുന്ന ചില വഴിത്താരുകളൊക്കെ കാണുമ്പോൾ ഭാവിയെക്കുറിച്ച് ഓരോരുത്തരും തെറ്റിദ്ധാരണാജനകമായി, നിരാശാപൂരിതമായി ഒരുപാട് സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇനി ലോകം പഴയതുപോലെ എത്തത്തില്ല, അതുപോലെ നാശങ്ങൾ വരികയാണ്. തീർച്ചയായിട്ടും നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ നേരിടുന്നുണ്ട്. 1918-19 കാലഘട്ടത്തിൽ ലോകമെങ്ങും പടർന്നു പന്തലിച്ച സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന അസുഖം ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി. 2 വർഷത്തോളം അതിൻ്റെ അനുരണനങ്ങൾ സമൂഹത്തിലെങ്ങുമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ അസുഖത്തെ നമ്മുടെ സമൂഹം അതിജീവിച്ചു. മധ്യകാലഘട്ടങ്ങളിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന അസുഖം ബാധിച്ച് 1000-ങ്ങളും 10,000-ങ്ങളും മരിച്ചിട്ടുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ലോകം തീർന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ കാണണ്ട. എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ആ അവസാനം എന്നാണ്, എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. സർവശക്തനായ ദൈവം മാത്രമാണ് അത് അറിയുന്നത്. ആ അറിയുന്ന ദൈവം അത് സമയത്ത് പൂർത്തീകരിച്ചോളും. ഇന്ന് ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇനി എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പലയിടത്തെയും പല സാഹചര്യങ്ങളും വാതിലുകളും അടഞ്ഞു എന്നും ചിന്തിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ വാതിലൊന്നും അടഞ്ഞിട്ടില്ല. നീ വീഴാനുള്ള സമയമായിട്ടില്ല. ഉറപ്പിച്ച് വിശ്വസിച്ചോണം, ദൈവമേ, എൻ്റെ കാലഗതികൾ നിന്റെ സന്നിധിയിലാണ്, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാണെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയേ പറ്റൂ. ജനിച്ചാൽ മരണമുണ്ട്. അത് എപ്പോൾ, എവിടെ, എങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആര് നമുക്ക് ശവക്കുഴി വെട്ടിയാലും, ആര് നമ്മളെ അടക്കുവാൻ തക്കവണ്ണം മുന്നിട്ടിറങ്ങിയാലും, കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും നമ്മൾക്ക് ദൈവം തരുന്ന ഒരു വലിയ അനുഭവമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. നമ്മൾ എത്തേണ്ട മേഖലയിലൊക്കെ എത്തി, ആസ്വദിക്കേണ്ട സന്തോഷങ്ങളൊക്കെ ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകാൻ വിധിക്കപ്പെട്ടവരാ. ആ വിധി പൂർണ്ണമായിട്ട് നിറവേറ്റണം. ഇവിടെ ആ യൗവനക്കാരൻ കർത്താവിൻ്റെ വിളി കറക്റ്റായിട്ട് കേൾക്കുകയാണ്. അവനറിയാമായിരുന്നു, അവൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ ഞാൻ പോകേണ്ട സമയമായിട്ടില്ല. അവൻ കേട്ടു. ഇവിടെ മരിച്ചവൻ കർത്താവിൻ്റെ വിളി കേട്ടെങ്കിൽ ജീവനുള്ളവർ എത്ര പേര് കർത്താവിൻ്റെ വിളി കേൾക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മളിന്ന് ജീവനുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഓർത്തോണം, മരിച്ചവൻ കർത്താവിൻ്റെ വിളി കേട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ജീവിച്ചിരുന്നു, മനസ്സിൽ ജീവിച്ചിരുന്നവനാ. ജീവിച്ചിരിക്കുന്നവൻ കർത്താവിൻ്റെ വിളി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാ. ആത്മാവിൽ മരിച്ചവനും മരിച്ചവളുമാ നമ്മൾ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടും ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ ഓടുകയാണെങ്കിൽ നമ്മൾ തന്നെ ഏറ്റവും പേടിയോടും ഭയത്തോടും കൂടി ചിന്തിക്കണം. ദൈവദൃഷ്ടിയിൽ നമ്മൾ മരിച്ചവരാണ്. ലോകത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും
ആത്മാവിൽ മരിച്ചവരാണ്. വിളിക്കുന്നവൻ്റെ വിളി അതാരാണ് വിളിക്കുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ. അത് കേൾക്കാതെ നടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ അറിയാതെ നമ്മൾ അതിനോട് പ്രതികരിച്ചു പോകും. ഇവിടെ മരിച്ചവൻ പോലും ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നു. അങ്ങനെയെങ്കിൽ പല സാഹചര്യങ്ങളുടെയും ഇടയിൽ മരണതുല്യമായിരിക്കുന്ന, നഷ്ടത്തിലായിരിക്കുന്ന, ബാധ്യതയിലായിരിക്കുന്ന നമ്മൾ ചിലരുടെ ഒന്നും വിളി കേൾക്കാൻ താല്പര്യപ്പെടത്തില്ല. ഒരു ഫോൺ കോൾ പോലും എടുക്കാൻ താല്പര്യപ്പെടത്തില്ല. എങ്കിലും അതിൻ്റെ ഇടയിലും ദൈവം നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. അവൻ വിളിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. ആ ഒരു ചിന്താഗതിയോടെ നമ്മൾ മുൻപോട്ട് പോകണം. മരണവക്ത്രത്തിൽ നിന്ന് ഈ യുവാവ് എഴുന്നേൽക്കുകയാണ്. അവൻ എഴുന്നേറ്റിരിക്കുന്നു. അമ്മയ്ക്ക് പ്രിയങ്കരനായ മകൻ, ഏകജാതനായ മകൻ, അവൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ആരൊക്കെ സന്തോഷിച്ചു കാണും? അവൻ ഉയർത്തതോടുകൂടി പ്രിയമുള്ളവരെ നമ്മൾ ഓർത്തു വായിക്കുന്നു, അവനെ കർത്താവ് ആ ബാല്യക്കാരനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നമ്മൾ അതിനോട് ചേർന്നുള്ള അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടെ നോക്കണം. അതോടുകൂടി എത്ര പേര് ഉണർച്ച പ്രാപിച്ചിട്ടുണ്ടെന്നറിയാമോ? കർത്താവും ഒരുത്തനെയാണ് അവിടെ ഉയർപ്പിച്ചത്, നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ. പക്ഷേ അവൻ എഴുന്നേറ്റിരുന്നതോടുകൂടി ഒരുപാട് പേര് മാനസിക ധൈര്യത്തോടും ബലത്തോടും കൂടി ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്, മനഃശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിരാശയിൽപ്പെട്ട് കഴിഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു. രോഗത്തിൻ്റെ വക്രത്തിലായിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. അവൻ ആ മഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നതോടെ അവർക്കൊക്കെ ഒരു ഹൃദയവിശാലതയാണ്, ഒരു വലിയ ധൈര്യമാണ് കിട്ടിയത്. നമ്മളും അങ്ങനല്ലേ പ്രിയമുള്ളവരെ? ചില പ്രത്യേക സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾക്ക് മുൻപോട്ട് ധൈര്യത്തോടെ പോകണമെന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ അങ്കുരിക്കുന്നത്. ചില സന്തോഷം നമ്മൾക്ക് കിട്ടുമ്പോഴാണ് നമ്മൾക്ക് മുൻപോട്ട് പോകണമെന്ന് തോന്നുന്നത്. ചിലരുടെ വേദനയേറിയ അനുഭവങ്ങൾ കാണുമ്പോൾ അവരതിനെ അതിജീവിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കും സന്തോഷത്തോടെ പോകണമെന്ന് തോന്നുന്നത്. കർത്താവ് കാൽവരി ക്രൂസിന്മേൽ മരിച്ചു. കാൽവരി ക്രൂസിന്മേൽ മരിച്ചുവെങ്കിലും ആ ഒലിവ് മലയിലെ സന്തോഷം ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളും ആ ഉദ്ധാന പ്രതീക്ഷയിലൂടെ മുൻപോട്ട് പോകുകയാണ്. മരിച്ചവൻ എഴുന്നേറ്റ് നോക്കിയ നോട്ടം വ്യത്യസ്തതയുടെ നോട്ടമാണ്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ച സംഭാഷണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, പറഞ്ഞതായ വാചകങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഉണർന്നെഴുന്നേറ്റവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. അവൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. അവൻ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നില്ല. കർത്താവ് അവൻ്റെ അമ്മയ്ക്ക് അവനെ കൈപിടിച്ചേൽപ്പിക്കുകയാണ്. ആ സ്ത്രീയുടെ മനസ്സിൽ മറ്റൊരു സന്തോഷമാണ് ഉടലെടുത്തത്. തൻ്റെ ഉദരത്തിൽ ഉരുവായി 9 മാസം താൻ വഹിച്ച മകൻ മരണപ്പെട്ടുപോയി. ഇപ്പോൾ ഇതാ തൻ്റെ കർത്താവ് അവന് ജീവൻ നൽകി പുതിയൊരാത്മാവായി തൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, കുഞ്ഞായിട്ട് ആ കൊച്ചുമകനെ ആ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവാക്കിയവൻ ദൈവമാണ്. ഇപ്പോൾ വീണ്ടും കൈകളിലേക്ക് പിടിച്ചേൽപ്പിച്ചതും അവൻ തന്നെ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ കൈപിടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അമ്മയുടെ കയ്യിലേക്കാണ് കർത്താവ് അവനെ പിടിച്ചേൽപ്പിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളും സഹോദരങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാവരും പ്രിയമുള്ളവരെ ചിന്തിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും മരണതുല്യമായ ജീവിത സാഹചര്യങ്ങളിലാണ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് അവരെ നമ്മളെ ഒന്നുകൂടെ പിടിച്ചേൽപ്പിക്കുന്നുണ്ട്. നമ്മളിൽ ഉദയം ചെയ്തവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ചില മാറ്റങ്ങൾ വരുത്തി അവരെ ഒന്നുകൂടെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചേൽപ്പിക്കുമ്പോൾ അതൊരു പുതിയ ലക്ഷ്യത്തോടു കൂടിയാണ്, പുതിയൊരു കാഴ്ചയോടു കൂടിയാണ്. സമ്പത്ത് കൊണ്ടോ പ്രതാപം കൊണ്ടോ ഭൗതികമായ സുഖസൗകര്യങ്ങൾ കൊണ്ടോ ഒന്നും മക്കളെ വളർത്തി വലുതാക്കാൻ പറ്റത്തില്ല. കർത്താവ് കൈകളിൽ പിടിച്ചേൽപ്പിക്കുന്നത് ചില പുതിയ ഉപദേശങ്ങൾ തന്നുകൊണ്ടാണ്. നീ വളർത്തിയ വഴുത്താരേക്കാൾ ഉപരിയായ പുതിയൊരു വഴുത്താര നീ കാണിച്ചു കൊടുക്കണം. കാരണം പരാജയങ്ങൾക്കപ്പുറമായി, വീഴ്ചകൾക്കപ്പുറമായി ഈ കുഞ്ഞിനെ നയിക്കണം. കാരണം നമ്മൾക്കൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് നമ്മളുടെ മക്കളെക്കുറിച്ച് അവരെന്താകുമെന്നുള്ള വലിയ ടെൻഷൻ, വലിയ ഭാരം. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത്, നീ അറിയുന്നതിന് മുൻപ്, തലമുറകൾക്ക് മുൻപേ ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നൽകപ്പെട്ട മക്കൾ അവർ വളരെ പ്രതീക്ഷയോടുകൂടി പോകണം. ഈ ഉദ്ധാനത്തിൻ്റെ
ഈ രക്ഷയുടെ, ഈ മരണത്തിൽ നിന്നുള്ള ഉയർച്ചയുടെ വിളി ഒരു വലിയ സന്തോഷം അവൾക്ക് കൊടുത്തെങ്കിൽ നമ്മളുടെ അമ്മമാർക്ക് കൊടുക്കാനുള്ള സന്തോഷം ഒത്തിരിയാണ്. ഇത് കേൾക്കുന്ന ഏവരുമേ നിങ്ങൾ സ്വീകരിക്കേണ്ട സന്തോഷത്തിൻ്റെ അനുഭവം ഒത്തിരിയുണ്ട്. ദൈവം വീണ്ടും വീണ്ടും പുതിയ വഴിത്താരകൾ നമ്മൾക്ക് നൽകും. മരണതുല്യം മരിക്കുന്ന, ഉറങ്ങുന്ന, ദൈവത്തെ വിട്ടുപോകുന്ന ഏവരും കർത്താവിൻ്റെ വചനം കേൾക്കണം. അവൻ വിളിക്കുന്നു, വാതിലിൽ നിന്ന് വിളിക്കുന്നു, ഹൃദയത്തിൽ മുട്ടി വിളിക്കുന്നു. അവൻ്റെ വിളി കേട്ട് നമ്മൾ ചെല്ലണം. എന്നെ വിളിക്കുന്നത് എൻ്റെ ദൈവമാണോ അതോ സാത്താനാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയണം. സാത്താൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ വിളിയെന്നും, ദൈവത്തിൻ്റെ വിളി കേട്ട് മറ്റാരുടെയോ വിളിയെന്നും തെറ്റിദ്ധരിക്കുവാനിടയാകരുത്. അവൻ്റെ വിളി കേട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ മന്ത്രണത്തോട് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ആ വചനത്തിലും ആ അനുഭവത്തിലും നമുക്ക് മുന്നേറിയേ പറ്റത്തുള്ളൂ. ആ വിളി ഏത് രാത്രിയിൽ കേട്ടാലും, ഏതുറക്കത്തിൽ കേട്ടാലും, മരണത്തിൽ കേട്ടാലും നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നിന്ന് നാം വേർപെട്ടു പോയി കഴിയുമ്പോൾ, മണ്ണായി കഴിയുമ്പോഴും പൊടിയിൽ ഉറങ്ങുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ സ്വരമുണ്ട്. വെറുതെ മരിച്ചു കിടന്ന ഈ മകനെ വിളിച്ചെഴുന്നേൽപ്പിച്ച ദൈവം നാം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് മണ്ണായി തീർന്നാലും നിദ്ര പ്രാപിച്ചവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവം അവൻ ഇനിയും വിളിക്കും. തൻ്റെ രാജ്യത്തിൻ്റെ വലതുഭാഗത്തിരുത്തും, പ്രത്യാശ നിർഭരമായി നടത്തും. ആ പ്രത്യാശ ഈ ലോകത്തിൽ നാം നേരിടുന്ന പല പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും ബലവും ആയി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ പ്രത്യാശയും ഉൾക്കാഴ്ചയും നൽകട്ടെ എന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.